നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ വീടുകളുടെ മുറ്റത്ത് സുലഭമായി ലഭിക്കുന്ന ഒരു അത്ഭുത സസ്യമായ മുരിങ്ങയിലയെ കുറിച്ചാണ്. ലോകമെമ്പാടും മിറക്കിൾ ഫുഡ് എന്നറിയപ്പെടുന്ന മുരിങ്ങയുടെ ഇലകൾ വളരെ പോഷക സമ്പുഷ്ടമായ ഒരു സൂപ്പർ ഫുഡാണ്. ഇതിൽ നിരവധി വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസുകളും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ മുരിങ്ങയിലയിൽ ഏതെല്ലാം പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു, നമ്മൾ പതിവായിട്ട് മുരിങ്ങയില ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാം, അതുപോലെ തന്നെ ആർക്കൊക്കെ കഴിക്കാം, ആരൊക്കെ കഴിക്കാൻ പാടില്ല, അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം, അതുപോലെ തന്നെ കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. ഇനി മുരിങ്ങയിലയിൽ ഏതെല്ലാം പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ധാരാളമായിട്ട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ബി കോംപ്ലക്സസ്, അതായത് ഫോളേറ്റ് ഉൾപ്പെടെയുള്ള ബി വൈറ്റമിനുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ തുടങ്ങിയ വൈറ്റമിൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മുരിങ്ങയിലയിൽ. അതുപോലെ മിനറൽസിൽ കാൽസ്യം, അയൺ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക്, പൊട്ടാസ്യം ഇവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് മുരിങ്ങയില. അതുപോലെ സസ്യ പ്രോട്ടീൻസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫ്ലവനോയിഡ്സും പോളിഫിനോൾസും തുടങ്ങിയ ശക്തമായ ആന്റി ഓക്സിഡൻസും മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പതിവായി, അതായത് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും മുരിങ്ങയില കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് വൈറ്റമിൻ എ ധാരാളമായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും കാഴ്ചശക്തി വർദ്ധിക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ വൈറ്റമിൻ സിയും ഫോളേറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പലതരത്തിലുള്ള പകർച്ചവ്യാധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ രക്ഷിക്കാൻ കഴിവുള്ള ഒന്നാണ് മുരിങ്ങയില. അതുപോലെ വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ചർമ്മത്തിനും മുടിക്കും സ്കിന്നും ഹെയറും ഒക്കെ നല്ല ഭംഗിയായിട്ട് വരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതായത് നമ്മുടെ ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും ഒക്കെ നൽകാൻ സഹായിക്കുന്നു. അതുപോലെ വൈറ്റമിൻ ഇ ശക്തമായ ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിനൊക്കെ നിന്നൊക്കെ മുക്തി നേടാൻ സഹായിക്കുന്ന ഒന്നാണ്. മറ്റൊരു പ്രധാന ആരോഗ്യ ഗുണം രക്തക്കുറവ് കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന അയണും ഫോളേറ്റുമാണ് അതിനെ സഹായിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രക്തക്കുറവ്, ഇത് ഹീമോഗ്ലോബിന്റെ അളവ് കുറവ് ഒക്കെ പരിഹരിക്കാൻ മുരിങ്ങയിലേക്ക് സാധിക്കും. അപ്പൊ രക്തക്കുറവ് മൂലമുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനും മുരിങ്ങയിലേക്ക് കഴിയും. രക്തക്കുറവ് മൂലം ചിലർക്ക് തലവേദന, ഭയങ്കരമായ തലവേദന ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരു കൂട്ടത്തിന് ഉന്മേഷമില്ലായ്മ വരാം, അമിതമായ ക്ഷീണം ഉണ്ടാകാം. അതുപോലെ തന്നെ ഒന്നിനും ഒരു ഉന്മേഷമില്ലായ്മ മൊത്തത്തിൽ ഉണ്ടാകും. അതുപോലെ നടക്കുമ്പോൾ കിതപ്പുണ്ടാകാം. കയറ്റമൊക്കെ കയറി വരുമ്പോഴൊക്കെ നെഞ്ചിടിപ്പ് കൂടുന്നതൊക്കെ ഈ HB കുറവുള്ളവർക്ക് കണ്ടിട്ടുണ്ട്, രക്തക്കുറവുള്ളവർക്ക്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിവുള്ളതാണ് മുരിങ്ങയില. അതുപോലെ നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യത്തിനും, അതായത് എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് മുരിങ്ങയില വളരെ നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യവും പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെയാണ് അതിന് സഹായിക്കുന്നത്. അപ്പൊ എല്ലുകളുടെ ആരോഗ്യത്തിനും അതുപോലെ പല്ലുകളുടെ ഒക്കെ ആരോഗ്യം നിലനിർത്താനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില. ഇനി ദഹന ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് മുരിങ്ങയില. കാരണം ഇതിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മലബന്ധം കുറയ്ക്കാനും ദഹനം എളുപ്പമാക്കാനും ഒക്കെ സഹായിക്കുന്നു. അതുപോലെ കുടലിന്റെ ആരോഗ്യത്തിനും കുടൽ പ്രശ്നങ്ങൾക്കും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില. പ്രമേഹ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില. നമ്മുടെ രക്തത്തില് പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രമേഹം നിയന്ത്രിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ടും പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ടും ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടിയെടുക്കാനും ഒക്കെ മുരിങ്ങയിലേക്ക് കഴിവുണ്ട്.
ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു കാര്യമാണ് മുരിങ്ങയില കഴിക്കുക എന്നുള്ളത്. ഇതിൽ ധാരാളമായിട്ട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വയറ് നിറഞ്ഞ ഒരു ഫീല് അനുഭവപ്പെടും. അമിതമായിട്ട് വിശപ്പ് തോന്നുകയില്ല. അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നതും ഒഴിവാക്കും. ഇങ്ങനെ ശരീരഭാരം നിയന്ത്രിക്കാൻ നമുക്ക് സഹായിക്കും. അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന വീക്കങ്ങൾ ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില. ഇതിലുള്ള ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് അതിനെ സഹായിക്കുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടുകളും വീക്കങ്ങളും ഒക്കെ കുറയ്ക്കാനായിട്ട് മുരിങ്ങയില സഹായിക്കും. ഇനി മുലയൂട്ടുന്ന അമ്മമാർക്ക് വളരെ നല്ലൊരു സഹായം ആണ് മുരിങ്ങയില ചെയ്യുന്നത്. പാല് നന്നായിട്ട് വർദ്ധിക്കാനും മുലപ്പാൽ ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ല ഒരു മരുന്നാണ് മുരിങ്ങയില ഇല തോരൻ വെച്ച് കഴിക്കുന്നതൊക്കെ. അതുപോലെ വൈറ്റമിൻ എയും ഇയും സിയും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ചർമ്മത്തിനും മുടിക്കും ഏറ്റവും ഗുണകരമായ ഒന്നാണ് മുരിങ്ങയില. ഇതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി ആണ് നമ്മുടെ ചർമ്മത്തിന് മൃദുത്വവും അതുപോലെ തിളക്കവും ഒക്കെ നൽകാൻ സഹായിക്കുന്നത്. മുടി പൊട്ടിപ്പോകാതെ ഇരിക്കാനും മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ മുരിങ്ങയിലേക്ക് കഴിവുണ്ട്. അതുപോലെ നമുക്ക് ശരീരത്തിന് കൂടുതൽ ഉന്മേഷം നൽകാനായിട്ട് ഇതിന് കഴിയും. ഇതൊരു പോഷക സമ്പുഷ്ടമായതിനാൽ തന്നെ ഉന്മേഷവും ക്ഷീണമെല്ലാം മാറ്റിവെച്ച് ഉന്മേഷത്തോടെയും ഉണർവോടെയും നമുക്ക് ഇരിക്കാനായിട്ട് സഹായിക്കും. ഇനി ആർക്കൊക്കെ മുരിങ്ങയില കഴിക്കാം എന്ന് നമുക്ക് നോക്കാം. കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ച് ചെറിയ അളവിൽ കൊടുക്കാവുന്നതാണ്. മുതിർന്നവർക്കും അതുപോലെ പ്രായമായവർക്കുമൊക്കെ മുരിങ്ങയില കഴിക്കാം. ഗർഭിണികൾക്ക് നന്നായിട്ട് വേവിച്ച് മുരിങ്ങയില കഴിക്കാവുന്നതാണ്. മുലയൂട്ടുന്ന അമ്മമാർക്ക്, അതുപോലെ പ്രമേഹ രോഗമുള്ളവർക്ക്, പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ ഇത് കഴിക്കാവുന്നതാണ്. അതുപോലെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തണമെന്ന ആഗ്രഹമുള്ളവർക്ക്, എല്ലിന് ആരോഗ്യം മെച്ചപ്പെടുത്തണമെന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് കഴിക്കാവുന്നതാണ്. അതുപോലെ സസ്യം വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക്, അതിനകത്ത് പ്രോട്ടീനും ഉള്ളതുകൊണ്ട് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്കും ഇത് കഴിക്കാവുന്നതാണ്. രക്തക്കുറവുള്ളവരും ഇത് നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ്. ഇനി ആരൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഈ രക്തം നേർപ്പിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവർ, അങ്ങനത്തെ രോഗികളുണ്ടെങ്കിൽ അവർ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ പ്രമേഹ രോഗമുള്ളവർ, പ്രമേഹത്തിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഷുഗറിന്റെ അളവ് കുറഞ്ഞു വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്നവരും ശ്രദ്ധിക്കണം. കാരണം ഇതും രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ വൃക്ക രോഗികൾ, അതായത് പൊട്ടാസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള രോഗികളും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ അലർജി ഉള്ളവർ ഇത് കഴിക്കുമ്പോൾ വയറിളക്കമോ അല്ലെങ്കിൽ വയറുവേദനയോ ഒക്കെ അനുഭവപ്പെടുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ്. അമിതമായിട്ട് കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്ന് വെച്ചാൽ, ദഹനക്കേടുണ്ടാകാം, വയറുവേദന, വയറുവീക്കം, വയറിളക്കം തുടങ്ങിയ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ പ്രമേഹ രോഗികൾക്ക് ഷുഗർ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്നവർക്കാണെങ്കിൽ അത് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ അപൂർവമായിട്ടാണ് അലർജിയുടെ കണ്ടീഷൻസ് ഒക്കെ കാണിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി എത്ര അളവിൽ ഇത് കഴിക്കാം എന്ന് നമുക്ക് നോക്കാം. നന്നായി പാചകം ചെയ്ത മുരിങ്ങയില ഏകദേശം 1/2 കപ്പ് വരെ കഴിക്കാം. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ. അത് ആരോഗ്യമുള്ളവർക്കാണ് കേട്ടോ. ദഹനശേഷി നന്നായിട്ടുള്ളവർക്കൊക്കെ 1 കപ്പ് വരെ കഴിക്കാം. അല്ലെങ്കിൽ 1/2 കപ്പ് ഏകദേശം ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഇത് ആഴ്ചയിൽ 3 ദിവസം കഴിച്ചാൽ മതിയാകും. അതുപോലെ നന്നായി കഴുകി പാചകം ചെയ്ത മുരിങ്ങയിലയാണ് ഏറ്റവും നല്ലത് കഴിക്കാനായിട്ട്. ഇനി മുരിങ്ങയില എങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. മുരിങ്ങയില തോരൻ വെച്ച് കഴിക്കാം. അതുപോലെ സാമ്പാറിലും പരിപ്പ് കറിയിലൊക്കെ ഇട്ട് കഴിക്കാം. മുരിങ്ങയില ഉണക്കി പൊടിച്ച പൊടി ദോശമാവിലും അതുപോലെ ഇഡ്ഡലി മാവിലൊക്കെ ചേർത്ത് ഉപയോഗിക്കാം. ചപ്പാത്തി മാവിൽ കുഴയ്ക്കുന്നതിന് മുമ്പും ഇത് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. സ്മൂത്തികളിൽ ചേർക്കാം. പക്ഷെ ശുദ്ധമായിട്ടിരിക്കണം, നന്നായിട്ട് പാചകം ചെയ്ത മാത്രമേ നമ്മൾ കഴിക്കാവൂ. അതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത്. അതുപോലെ മുട്ട ഓംലെറ്റിൽ, അതായത് ഇലക്കറികൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ മുട്ട ഓംലെറ്റിലൊക്കെ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പലർക്കുമുള്ള ഒരു സംശയമാണ്, കർക്കിടകത്തിൽ മുരിങ്ങയില ഉപയോഗിക്കാമോ? കർക്കിടകത്തിൽ കഴിച്ചാൽ അത് വിഷമാണോ? അതിന് നല്ല കയ്പ് രുചിയാണ് കർക്കിടക മാസത്തില്. അതുകൊണ്ട് ഇത് കഴിച്ചാൽ വിഷമാണോ, കുറെ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ എല്ലാവർക്കും അല്ലെങ്കിൽ മിക്കവർക്കും ഉള്ള ഒരു സംശയമാണ്. കാരണം കേരളത്തില് കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ട് എല്ലാ തലമുറകളിലുള്ള ആളുകളും കേട്ടിട്ടുണ്ടാകും.
അപ്പോൾ അത് എന്തുകൊണ്ടാണ്, ശരിക്കും അത് സത്യമാണോ എന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് മുരിങ്ങയിലയിൽ കൂടുതൽ കയ്പ്പ് രസം വരും കർക്കിടകത്തിൽ. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അന്നത്തെ കാലാവസ്ഥ, അത് കർക്കിടക മാസത്തിൽ കൂടുതൽ മഴയും ഈർപ്പവും ഉള്ളതിനാൽ ഈ മുരിങ്ങ മരം കീടങ്ങളിൽ നിന്നും ഫംഗസിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട്, അത് സ്വന്തം രക്ഷ നേടാനായിട്ട് അവർ കൂടുതൽ ഡിഫൻസ് കോമ്പൗണ്ട്സ്, അതായത് പ്രകൃതിദത്ത രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. അത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്നതാണ്. അപ്പൊ ഇതില് പലതിനും കയ്പ്പ് രസമാണ് ഉള്ളത്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. കർക്കിടക മാസത്തിൽ മുരിങ്ങയിലേക്ക് കയ്പ്പ് വരാനുള്ള ഒരു രണ്ടാമത്തെ കാരണം ഇലകളുടെ പ്രായമാണ്. മുരിങ്ങയിലയിൽ ചിലപ്പോൾ മൂപ്പുള്ളതോ കട്ടിയുള്ളതോ ആയിട്ടുള്ള ഇലകൾ ഉണ്ടായിരിക്കും. ഇവയ്ക്ക് ഇളം ഇലകളെക്കാൾ കയ്പ്പ് രസം കൂടുതലായിരിക്കും. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമതൊരു കാരണം പറയുന്നത് ഈ സൂര്യപ്രകാശത്തിന്റെ കുറവും ഈർപ്പം കൂടുതലും ഉള്ളത് കൊണ്ട് ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഫ്ലവനോയിഡ്സും പോളിഫിനോൾസും ഒക്കെ. ഇതിന്റെ കോമ്പൗണ്ട്സിനൊക്കെ ചില മാറ്റങ്ങൾ വരും ഈ സൂര്യപ്രകാശം കുറയുന്നത് കൊണ്ടും ഈർപ്പം കൂടുന്നത് കൊണ്ടൊക്കെ. അതുകൊണ്ടും മുരിങ്ങയിലേക്ക് കയ്പ്പ് രസം വരും. ഈ കാരണങ്ങൾ കൊണ്ടാണ് മുരിങ്ങയിലയിൽ കൂടുതൽ കയ്പ്പ് വരുന്നത്. ഇനി പലർക്കുമുള്ളൊരു സംശയമാണ്, ഈ കയ്പ്പ് വിഷമാണോ ദോഷമാണോ എന്നുള്ളത്. അല്ല, അതിന്റെ ഉത്തരം കയ്പ്പ് ദോഷമല്ല. മുരിങ്ങയിലുള്ള കയ്പ്പിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസും മറ്റ് ആരോഗ്യ ഗുണങ്ങളുമുള്ള സസ്യഘടകങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മുരിങ്ങയിലെ കയ്പ്പ് ആരോഗ്യത്തിന് ദോഷകരം അല്ല. മറ്റൊരു കാരണം, മുരിങ്ങയിലയിൽ സെല്ലുലോസ് ധാരാളമായിട്ടുണ്ട് മറ്റു ഇലകളെ അപേക്ഷിച്ച്. അപ്പൊ അതുകൊണ്ട് ഇത് ദഹിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇത് ശരിക്കും ഡൈജസ്റ്റ് ചെയ്യാൻ നല്ല ദഹനശക്തി ഉള്ളവർക്ക് മാത്രമേ കഴിയൂ. കർക്കിടകത്തിൽ ആയുർവേദ പ്രകാരം നമുക്ക് ദഹനശേഷി വളരെ കുറവുള്ളതും ശരീരബലം ഏറ്റവും കുറവുള്ളതുമായ ഒരു കാലമാണ് കർക്കിടകം. അപ്പൊ ഈ ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന ഈ അവസരത്തില് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള മുരിങ്ങയില കഴിക്കുമ്പോൾ അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, വയറിളക്കമുണ്ടാകാം, വയറുവേദനയുണ്ടാകാം, ഛർദ്ദലുണ്ടാകാം. കാരണം ഇത് ദഹനം പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കുമ്പോൾ ചിലർക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. ഇനി കയ്പ്പ് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്ന് വെച്ചാൽ, ഇളമിലകൾ തിരഞ്ഞെടുക്കുക കറിക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ. അതുപോലെ നന്നായി കഴുകി നന്നായി പാചകം ചെയ്ത് കഴിക്കുക. അമിതമായിട്ട് പാചകം ചെയ്യാതിരിക്കുക. അതുപോലെ കറി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കുമ്പോൾ തേങ്ങ, വെളുത്തുള്ളി, ജീരകം, ചുവന്നുള്ളി ഇവയൊക്കെ ചേർത്തിട്ട് നന്നായി വേവിച്ച് പാചകം ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ മുരിങ്ങയിലയുടെ കയ്പ്പ് കുറയും. കർക്കിടകത്തിൽ മുരിങ്ങയിലേക്ക് കയ്പ്പ് കൂടുന്നത് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ സംവിധാനം കൊണ്ടും ഇലകളുടെ പ്രായം, അതുപോലെ മഴക്കാലത്തെ കാലാവസ്ഥ ഇവ മൂലമാണ്. ഇത് പ്രകൃതിദത്തമായ മാറ്റമാണ്. ഇത് വേറൊരു തരത്തിലുമുള്ള ഒരു ദോഷമോ അനാരോഗ്യകരമായ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് കർക്കിടകത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുരിങ്ങയില ഉപയോഗിക്കാം. ഉപയോഗിക്കരുത് എന്നതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മുരിങ്ങയിലയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിലടങ്ങിയിരിക്കുന്ന ആരോഗ്യ ഘടകങ്ങളും അത് ഉപയോഗിച്ചാൽ കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങളും, അതുപോലെ ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല, ആർക്കൊക്കെ കഴിക്കാം, എത്ര അളവിൽ കഴിക്കണം, അതുപോലെ കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കാമോ എന്നീ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.